നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നല്ല പണിയിലാണ്. നല്ല പണിയിലാണ്. കുറച്ച് മാങ്ങ കൊണ്ടേ തന്നിട്ടുണ്ട് മഞ്ചേരിയിലെ. അപ്പൊ നല്ല മാങ്ങയാണ് മുത്തശ്ശി ഞാൻ കൊണ്ടിട്ടേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കുറച്ചൊക്കെ കൊണ്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു. മാങ്ങ കേട് വരില്ലല്ലോ, എന്തായാലും കുറച്ച് സ്ഥലത്ത് അല്ല 40 കിലോ ഇനി മുളക് കൂട്ടാനുള്ളതുണ്ട്. അപ്പൊ അത് ഉപ്പിട്ട് വെക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാവധാനം ചെയ്താൽ മതിയല്ലോ. ഞാൻ പ്രാവശ്യം വിചാരിക്കുന്നുണ്ടേ ഒരു കസന്റെയും കിട്ടിട്ട് അവിടെ കുറച്ചേരി ഇരിക്കാം, എന്നാ വേണ്ടവർക്കൊക്കെ കൊടുക്കാം. നമ്മളെ സാധനം പറയുമ്പോ ആരും വാങ്ങിക്കോളും. പൈസ ഒന്നും പ്രശ്നമല്ലായിരിക്കും. സാധനം നല്ലത് കിട്ടിയേ ഉള്ളൂ. നല്ല പാകത്തിനുള്ളത് ചിലത് വലിപ്പുണ്ട്, കുറച്ച് വലിപ്പം കൂടി. അത് നമുക്ക് ഞാൻ പറഞ്ഞു ചിലത് കുറച്ച് ഉപ്പുമാങ്ങ പോലെ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാം. വലുത് നോക്കിയിട്ട് ബാക്കി കടുമാങ്ങയ്ക്ക് ഇട്ട് വെക്കാം. അമ്മ പ്രാവശ്യം കത്രയും കൊണ്ട് നോക്കണേ. കൊല്ലം കൂടുള്ള ചേച്ചി പറഞ്ഞു പ്രസിദ്ധ കത്തിയും കൂടെ ഇതാക്കണേക്കാളും എളുപ്പം കത്രയും കൊണ്ട് അത് നോക്കി വെക്കാന്ന് വെച്ചിട്ട് കാലം എന്താന്നുള്ളത്. ഇപ്പൊ ഇത് എത്ര കിലോ പറഞ്ഞേ അമ്മ? 87 കിലോ. പിന്നെ എന്താന്ന് വെച്ചാ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഇഷ്ടമാണ്. പക്ഷെ എന്താന്ന് വെച്ചാ വേറെ സംബന്ധിച്ച മുളക് പൊട്ടിക്കല് അത് അമ്മായി അമ്മാവനും മുത്തശ്ശി കൂടെ ചെയ്യും. ഞാൻ കൂടെ ഇല്ല കേട്ടോ അതില്, എനിക്ക് പറ്റില്ല. ആദ്യമൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ കൊറേ ഇരുന്ന് ചെയ്യുമ്പോ ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ഉള്ള ദിവസം 3:30-4 മണിയായിട്ട് വന്നിട്ട് പൊട്ടിക്കും. അത് കഴിഞ്ഞാ പിന്നെ അമ്മായി വന്നിരിക്കും. പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാ പിന്നെ കുറച്ചേരത്തെ സമയം മുകളിൽ കൊണ്ട് വെയിലിനിടൊക്കെ വിളിക്കാൻ കാരണം ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാലേ വേണ്ട അമ്മ അവിടെ ഇരുന്നോളൂ, ഞാൻ ചെയ്തോളാ പറയും. അപ്പൊ എന്നാല് മാങ്ങയൊക്കെ പൊട്ടിക്കാം. പൊട്ടിച്ചോളൂ. കുറച്ചു നേരത്തെ പണിയുണ്ട്. കത്രിക എളുപ്പാണ്. കുറച്ച് ഞെട്ടിയോട് കൂടി അമ്മേ ഒരു കടുമാങ്ങ കഴുകി പൊട്ടിച്ച് കഴുകി മുളകൊക്കെ കൂട്ടി വരുമ്പോഴേക്കും ഏകദേശം എത്ര എന്ന് പറയും. ഒക്കെ കഴിഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും ഇപ്പൊ ഈ മാങ്ങ ഇപ്പൊ നമ്മൾ ഇട്ട് വെച്ചു കഴുകിയിട്ടൊക്കെ റെഡിയാക്കി. അത് കടുമാങ്ങായി വരാൻ എത്ര ദിവസം വേണം? മുളകൊക്കെ പൊട്ടിച്ച് ഏകദേശം ഒരു 10-15 ദിവസം 5 ദിവസം. ചില മാങ്ങയ്ക്ക് മാറ്റണ്ട്. ചിലത് വേഗം ഉപ്പ് പിടിക്കും, ചിലത് പെട്ടെന്ന് ഉപ്പ് പിടിക്കാത്ത 2 തരം ഉണ്ട്. ഈ മാങ്ങയുടെ പേരെന്താ? ചന്ദ്രക്കാരന്. ഇത് ചന്ദ്രക്കാരനല്ല. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമായി കരിയേട്ട നടക്കടി. നമ്മള് മാർക്കറ്റ് ഉണ്ടല്ലോ, അയാൾ പ്രാവശ്യം കുറെ കൊണ്ടുതന്നു. ഇപ്പൊ 20 കിലോ 40 കിലോ അങ്ങനെയൊക്കെ കൊണ്ടുവരും. അതെ. ഓ മാളുവിന്റെ 2ാമത്തെ പോലെ മാള് ചെറിയ പോലെ എടുക്കണതേ. എളുപ്പമല്ലേ മാളു കത്രിക? ഇല്ലേ? പക്ഷേ നമുക്ക് ഈ ഐഡിയ തോന്നിയിട്ടില്ല. ചേച്ചി പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്ത്. ഞാൻ തെറിക്കില്ല അല്ലേ ചോണ? അല്ലേ മാളു? കൊറേ ആൾക്കാർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്തു വിട്ടാ. ഇനിയും കൊറിയർ ചെയ്ത് കൊടുക്കാൻ. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാങ്ങ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആരും കിട്ടിയെന്ന് പറയില്ല. ചിലവരെ പറയുള്ളൂ ഞങ്ങൾക്ക് കടുമാങ്ങ കിട്ടിയിട്ടോ. നേരെ മറിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പറയുകയും ചെയ്യും കിട്ടിയിട്ടില്ലാന്ന്. അപ്പൊ ഇനിയും നമ്മളെ കഴിഞ്ഞാൽ കിട്ടിന്ന് പറയാം. അതെ അതെ. നമ്മളിപ്പോ സമാധാനം. അതെ, നമ്മളിപ്പോ കടുമാങ്ങ നമ്മളത് കിട്ടിക്കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ വാട്സപ്പില്. മാങ്ങ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കിട്ടിയില്ലേ എന്താ. അപ്പൊ ഇനിയിപ്പോ കൊറിയർ ഓഫീസിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, കിട്ടാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ വിചാരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും ഒന്ന് മാങ്ങ കിട്ടി കഴിഞ്ഞാൽ കിട്ടി പറയണം കേട്ടോ. അപ്പൊ നമ്മളെ മാങ്ങ ഏകദേശം ഞാൻ കൊറേ ഇരുന്നിട്ട് ചെയ്തപ്പോ കൊറേ ഇരിക്കാൻ വയ്യ. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ടാ ചെയ്തത്. നിന്നിട്ടോ. എന്തായാലും ഇങ്ങനെ പൊട്ടിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. കയ്യിൽ അങ്ങനെ ചുണയൊന്നും ആവണില്ല. നമ്മൾ 2ആളും കുറച്ച് പൊട്ടിച്ചില്ലേ. അതെ അതെ അതെ. എന്താ വെച്ചത് എളുപ്പമുണ്ട്. മഞ്ജു ചേച്ചി, നമ്മളെ മഞ്ജുള ചേച്ചി പറഞ്ഞ ഐഡിയ എന്തായാലും ഉഷാറാട്ടോ. ഇനിയിപ്പോ അതൊക്കെ കുറച്ചും കൂടെ പൊട്ടിക്കാനുണ്ട്. നെറ്റിയൊക്കെ കളഞ്ഞ് റെഡിയാക്കാല. എന്നിട്ട് ഇന്നലെ കഴുകി വരില്ലേ? രാവിലെ ഉപ്പിട്ട് വെക്കും. അപ്പൊ നമുക്കിനി കഴുകണവും വാരണമൊന്നും എടുക്കണില്ല. നാളെ ഉപ്പിട്ട് വെക്കണത് കാണിക്കാം. അതെ അതെ. അപ്പൊ കിട്ടുവോ? ഇന്നലെ മാങ്ങ കൊറേ നമ്മള് കാണിച്ചില്ലേ? അതൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ കഴുകി വാരി തുണിയിലൊക്കെ പരത്തി വെച്ചു.
എത്ര 80. അതിൽ കുറച്ച് വലുതുണ്ടായിരുന്നു. അത് ഞാൻ എന്തെങ്കിലും ചെയ്യും, ഉപ്പുമാങ്ങ എന്തെങ്കിലും ആയിട്ട് ഇടാച്ചിട്ട് മാറ്റി വെച്ചു. ഉപ്പൊക്കെ കല്ലുപ്പ ഞാടാറ്. അപ്പൊ കല്ലുപ്പ് വേഗം അരിയാൻ വേണ്ടി കുറച്ച് പൊടിച്ച് വെച്ചു. പിന്നെ പാത്രം അവിടെ ഇരിക്കണ്ടായിരിക്കും, കുറച്ച് ഉപ്പിടുക, പിന്നെ മാങ്ങ ഇടുക, പിന്നെ ഉപ്പിടുക, മാങ്ങ ഇടുക, അങ്ങനെ അങ്ങനെ. പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് 100 എണ്ണത്തിന് അല്ല 100 എണ്ണത്തിന് 4 ഉപ്പെന്നാ പറയാ പണ്ടൊക്കെ. 100 മാങ്ങ അല്ല. ഇപ്പൊ എന്താ അറിയോ, ചില മാങ്ങ ഉപ്പിട്ടപ്പോ ഞാൻ ഉപ്പ് കൊറേ കളഞ്ഞു. ചിലത് അല്ല, വെള്ളല്ല, അടിയിൽ കല്ല് പോലെ കിടന്നു. എന്താ വെച്ചാ ചിലതില് മാങ്ങ ഉപ്പ് പിടിച്ചാല് പിന്നെ എനിക്ക് ഉപ്പ് ആ പാകത്തിന് ഉപ്പായി അങ്ങനെ. പിന്നെ ചില മാങ്ങ ഉപ്പിട്ട് വെച്ചാലേ എന്താ വെച്ചാ അതിന് പാകത്തിൽ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലുപ്പ് ബാക്കിയാവില്ല, ഉപ്പായി തന്നെ ഉണ്ടാവും. വെള്ളത്തിൽ പിന്നെ അരിയില്ല. ചില മാങ്ങ എല്ലാത്തിനും അങ്ങനെ കാണാറുമില്ല. ഓരോ മാങ്ങയുടെ സമ്പ്രദായം തോന്നുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഉപ്പ് പാകായില്ലോ, നമുക്ക് കടിച്ചു നോക്കിയാൽ അറിയാലോ. അതെ, ഞാൻ ഉപ്പ് പോരെ എത്ര പോരെ. ചിലത് ഉപ്പ് നല്ല വേണ്ടവരെ ഉണ്ടാവും. എന്നാൽ ഉപ്പ് കടന്നു വെച്ചിട്ടേക്ക് പാകത്തിനുള്ള ഉപ്പായിട്ടേ പറ്റുള്ളൂ. മാങ്ങയുടെ സമ്പ്രദായം ആവും. അപ്പൊ ഇനി ധൈര്യം ഉപ്പൊക്കെ പാത്രത്തിലിട്ട കുറച്ചേരം പണിയുണ്ട്. ഉപ്പ് അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ചിലവര് കമന്റിലോ അങ്ങനെ വാട്സപ്പില് മെസ്സേജ് ഒക്കെ അയച്ചു ചോദിച്ചിരുന്നു 1 കിലോ മാങ്ങയ്ക്ക് എത്ര ഉപ്പ് ഇടണ്ടത്. പണ്ടത്തെ കണക്കനുസരിച്ച് 100 മാങ്ങയ്ക്ക് 4 ഉപ്പ് എന്നാ പറയാ. പിന്നെ മുളക് പൊടി വടിച്ച് നാഴി നിറച്ച് നാഴി എന്ന് പറയും. എന്താ വെച്ചാ മുളക് പൊടി 100 നല്ല നിറച്ചെടുക്കും നാഴിക്ക്, മറ്റത് വടിച്ചിട്ട് കടുക് പൊടി വടിച്ചിട്ട് എടുക്കും. അങ്ങനെയാണ് പണ്ടത്തെ കണക്ക് പ്രകാരം. ഞാൻ ഇപ്പൊ കിലോ കണക്ക് അങ്ങനെയൊന്നുമില്ല. കുറച്ചുകൊണ്ട് വരും. നമുക്കിത് ചെയ്ത് ശീലമാവുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ അറിയോ, ഓരോ പാത്രത്തില് കണക്കാക്കി കുറച്ച് ഉപ്പുകൊണ്ട് ഇടും, പിന്നെ വലിയ പാത്രം എടുക്കും, അതുകൊണ്ട് നിറച്ചാക്കിയിടും, പിന്നെ ഉപ്പിടും, അങ്ങനെ ചെയ്യും. പിന്നെ നമുക്കിത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. 2 ദിവസം അങ്ങനെ കിടന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം. അതെ അതെ. ഉപ്പുവെള്ളം അല്ലെങ്കിൽ ഇഷ്ടം പോലെ മാറ്റാണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപ്പുവെള്ളം തന്നെ കുറെ ഇരിക്കണത്. എന്താ വെച്ചാൽ ആ ഉപ്പുവെള്ളം മുഴുവൻ എനിക്ക് വേണ്ട. അപ്പൊ ഉപ്പ് അധികം ചിലവര് നല്ലോണം ഉപ്പ് ഇടുന്നുണ്ട്. ചിലവരോട് പറയാറുണ്ട് ഉപ്പ് അധികം ഉള്ളതാണ് ഈ വേണ്ടത്. ചിലർക്ക് ഉപ്പ് അധികം പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലവര് പറയും അങ്ങനെ ഉള്ളത് വേണ്ട. എന്താ ഉപ്പ് അധികം ചിലവരുണ്ട്, എന്തിനാ വെച്ചാൽ കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ്. പിന്നെ ഇപ്പൊ നമ്മളിപ്പൊ തന്നെ ഊട്ടിയൊക്കെ എടുക്കുക, അപ്പൊ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഉപ്പ് നല്ല കൊടുത്തിട്ടുണ്ട്. അയ്യോ എന്താ ഇങ്ങനെ ഉപ്പ് ചോദിക്കില്ലേ. മറ്റിപ്പോ ഒരു കൊല്ലാവാറും പോകാൻ ചിലവരത് എടുക്കുക, കൊല്ലത്തെ അടുത്ത കൊല്ലാത്ത എടുക്കുക. അങ്ങനെയാവുമ്പോ പിന്നെ ഉപ്പ് പാകായി വരും ചെയ്യും. ഇതൊക്കെ റെഡിയാക്കി വെക്കണം. അതാദ്യം ഉപ്പിട്ട് കൊടുക്കട്ടെ. ഞാൻ 4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം അടിയിലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി മാങ്ങ നല്ല വാസന വരുന്നില്ലേ മാങ്ങയുടെ? നാടൻ മാങ്ങയാണ്. ഇനി കുറച്ച് ഉപ്പിടും. ഉപ്പ് പിടിച്ചിട്ടുണ്ട്. മുളകൊക്കെ നല്ലോണം ഉണങ്ങിട്ടോ. പൊടിക്കാനുള്ളത് പിരിയമുളകാണ്, കാശ്മീർ മുളക്. അപ്പൊ അത് പൊടിച്ച് കൊട്ടു. മറ്റേ കുറച്ച് പൊടിച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ മുളകും കുറച്ച് പൊടിച്ച് വെക്കണം. കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടുന്നത്. നല്ല വെയിലില്ലേ മേ? കലകല ഒറ്റ ദിവസം കൊണ്ട് കലകലാനായില്ല. ഒരു മില്ല് കൊണ്ട് പൊടിപ്പിക്കണം. അപ്പൊ അത് വാരിയായി. ഇതായിട്ടില്ലല്ലേ മുത്തശ്ശി? ആയില്ലേ? അത് 2 ദിവസം വെയിലത്ത് ഇട്ടതാണ്. ഇത് ഇന്നലെ വാങ്ങിയിട്ട് കരിയില തോന്നിയപ്പോ ഇത് ഇന്നലെ വാങ്ങിയപ്പോ തന്നെ നല്ലോണം ഉണങ്ങി. ഒറ്റ വെയിലോട്ട് നല്ലോണം പിന്നെ വാരി എടുക്കണല്ലോ. അതിന് കുറച്ച് കുരുവൊക്കെ ഉണ്ട്. മുത്തശ്ശിയാ നല്ലത്. താഴാൻ കുറച്ച് ബുദ്ധിമുട്ടാ.
പ്രത്യേക തരം കളറും അല്ലേ? ഇതിനെന്താ അമ്മ കിലോ വില? കിലോ 450 രൂപ. 3 കിലോനാണ്. 3 പിന്നെ ഇത് കുറഞ്ഞ വിലയിലുണ്ട്, 280 ഉണ്ട്. എത്ര വലിയ ഗുണമില്ല. വാങ്ങുമ്പോൾ നല്ലത് വാങ്ങിയാൽ കുറച്ച് സാധനം എടുത്താൽ മതിയോ. അതെ. പിന്നെ നമുക്ക് അടുത്ത മുളക് ഇപ്പൊ 2 മുളക് അല്ലേ മുത്തശ്ശി പൊടിക്കുന്നത്? ഇത് പിന്നെ കുറച്ച് പൊടിച്ചൊരു 5-6 കിലോനൊക്കെ പൊടിച്ച് ഇരിക്കുന്നുണ്ട്. ഈ പിരിയമുളകാണ് ഒട്ടുമില്ല കേട്ടോ. ഒന്നോ നാളൊക്കെ ആയിട്ട് മുളക് കൂട്ടാണ്ട് വാങ്ങിക്കല്ലേ? എല്ലാരും മാങ്ങ ചോദിക്കണ്ട്. പിന്നെ 19 കിലോ വേറെ ഉപ്പിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ട്. അതുകൂടി പിന്നെ കടുമാങ്ങയുടെ പൊടി കഴിക്കണം എന്നാ വിചാരിക്കുന്നത്. അല്ല ഇപ്പൊ ചെത്തുമാങ്ങയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നമ്മളമ്മേ. അപ്പൊ അതിന്റെ കമന്റ് ചോദിക്കണ്ട് ചിലര് മാങ്ങ തരുവോ, ചെത്തുമാങ്ങയൊക്കെ അയച്ചു തരുമോന്ന്. വാട്സപ്പില് ഞാൻ കണ്ടു മെസ്സേജ് മാങ്ങ വേണമെങ്കിൽ ചെത്തുമാങ്ങയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. കൈ വന്നപ്പോ വേണമെങ്കിൽ വിളിച്ചോളൂ കൊണ്ടേ തരാ പറഞ്ഞിട്ടുണ്ട്. വണ്ടി കൂടിയ മാങ്ങ വേണം. ഉണ്ടാവും. ഇതൊക്കെ വാരിയൊക്കെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കടുക് മില്ലിൽ പൊടിച്ചു തരില്ല. കടാണ് അത്ര. എണ്ണ മുഴുക്കില്ല കടുകിനൊക്കെ. അപ്പൊ അതിനായിട്ട് ചിലപ്പോ വേറെ മിഷ്യൻ വേണോ അറിയില്ല. എല്ലാരും ഇങ്ങനെ കടുക് വീട്ടിൽ പൊടിക്കാ കാണാറ്. ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടേ കൊടുത്തപ്പോ പറഞ്ഞു കടുക് പൊടിക്കില്ല ചേച്ചി ഇവിടെ. കടുക് നമുക്ക് മിഷ്യന് കേടാണ് പൊടിച്ചാൽ. ശരിക്കും നൈസായി പൊടിഞ്ഞ് കിട്ടൂല. ഞാൻ പിന്നെ എന്താ അറിയോ, മിക്സിയിൽ പൊടിച്ചിട്ട് തരിക്കും. ഇതാ തരി പിന്നെ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് തിളച്ച വെള്ളമോ ഉപ്പ് വെള്ളമോ അങ്ങനെ വെച്ചിട്ട് അരച്ചെടുക്കും. അപ്പൊ വെറുതെ വാശാവില്ലല്ലോ, തരി വെറുതെ കളയണ്ടല്ലോ, കൂട്ടും. അപ്പൊ നമ്മളന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അല്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും ബൈ.